എനിക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ചിന്തകൾ ഇങ്ങനെ കയറി വരുന്നെന്ന് പറയുന്നു. അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്, അല്ലേ? അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു സപ്പോർട്ട് എങ്ങനെ കൊടുക്കാം? ഈ കല്യാണം കഴിച്ച് ചെന്നാൽ അവൾ അവിടെ സന്തോഷവും സമാധാനമായിട്ടിരിക്കാനുള്ള അവസ്ഥ അവിടുത്തെ ഭർത്താവും അവളുടെ ഭർത്താവും ആ ഭർത്താവിന്റെ വീട്ടുകാരും ഒരുക്കി കൊടുക്കണം. ഈ തൻ്റെ ഇടം എന്നുള്ള വാക്കുണ്ടല്ലോ, തൻ്റെ ഇടം എന്നുള്ള വാക്ക് എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? തൻ്റെ ഇടം എന്നാണ്. മനസ്സിലാവുണ്ടോ? പണ്ട് നമ്മുടെ ലോകത്തിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എയ്ഡ്സ് ആയിരുന്നു. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിപ്രഷൻ തന്നെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ ശ്രീമതി മേരി കുര്യൻ മാഡത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി അയാൾ നൽകുന്ന വാർണിംഗ് സൈൻ എന്തൊക്കെയാണ്? വാർണിംഗ് സൈൻസ് എന്ന് പറയുമ്പം ചിലപ്പോൾ അവർ വേർബലി തന്നെ നമ്മുടെ അടുത്ത് പറയും, എനിക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ചിന്തകൾ ഇങ്ങനെ കയറി വരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ പറയും ഇങ്ങനെ, ഞാൻ ഇങ്ങനെ ആർക്കും വേണ്ടാതെ എന്തിനാ ഈ ജീവിതം ഞാൻ ഞാൻ ജീവിക്കുന്നതിൽ ഒരർത്ഥം ഞാൻ കാണുന്നില്ല, മരിക്കുന്നതാണ് ഇതിലും ഭേദം, മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരം എന്നൊക്കെയുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് അവരുടെ ചിന്തകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നതാണ് അവർ പറയുന്നത്. പിന്നെ പെരുമാറ്റം നമ്മൾ നോക്കുവാണെങ്കിൽ അവർ കൂടുതൽ ഈ ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണതയൊക്കെ കാണിക്കുന്ന കാണാം. ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കില്ല, ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ ഒരു കുറവ്, ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതായിട്ട് കാണാം. പിന്നെ ലഹരി വസ്തുക്കളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കും, മദ്യം ധാരാളം കുടിക്കും, അതുപോലെ തന്നെ ഡ്രഗ്സ് കൂടുതലായിട്ട് കഴിക്കും. പിന്നെ ഈ ഹാർഷായിട്ടൊക്കെ ഡ്രൈവ് ചെയ്തൊക്കെ ചിലർ പോകുന്ന കാണാം. പിന്നെ എക്സ്ട്രീം മൂഡ് സ്വിങ്സിലേക്ക് പോകുന്ന കാണാം. എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ദേഷ്യം, അമിതമായിട്ടുള്ള ദുഃഖം, ചിലർ പെട്ടെന്ന് വില്ലൊക്കെ എഴുതി വെക്കും. അതുപോലെ തന്നെ ചിലർ വളരെ അവർക്ക് വിലപ്പെട്ട സാധനങ്ങളായിരിക്കാം, അതെല്ലാം ചിലപ്പോൾ ദാനമായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെയാണ് പൊതുവിൽ ഉള്ള ഒരു വാർണിംഗ് സൈൻസ്. കടുത്ത മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് അയാളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളോ ഒക്കെ എങ്ങനെയാണ് അവരോട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, നമ്മളോട് പെരുമാറേണ്ടത്? ഓക്കെ, കടുത്ത മാനസിക വിഷമം അനുഭവിക്കുന്നവർ എന്ന് പറയുമ്പം അവർ മാനസികമായിട്ടൊരു വീക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലേ? വീക്കായിട്ടുള്ളവർ, അവർ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ സാമ്പത്തികമായിട്ട് അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്, അല്ലേ? അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു സപ്പോർട്ട് എങ്ങനെ കൊടുക്കാം? നമുക്ക് അവരുടെ അടുത്ത് പോയി ചോദിക്കാം. നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ ഓഫർ ചെയ്യുക നമ്മുടെ ഹെൽപ്പ്, അല്ലേ? നമുക്ക് ചോദിക്കാം, ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഞാൻ സഹായിക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ ചെയ്യേണ്ടതുണ്ടോ ചോദിക്കാം. പിന്നെ അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ജഡ്ജ്മെന്റ് കൂടാണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ കേട്ടിരുന്നതിന് ശേഷം നമ്മൾ കമന്റ്സ് ഒന്നും പറയരുത്. ഇങ്ങനെ സാരമില്ല, അവർക്ക് സാരം ഉണ്ടാവും, അല്ലേ? ഇത് കുഴപ്പമില്ല, എന്താ നീ ഇങ്ങനെ ചിന്തിക്കുന്നേ, അങ്ങനെയുള്ള കമന്റ്സ് ഒന്നും നമ്മൾ പറയരുത്. പകരം ജസ്റ്റ് കേട്ടതിന് ശേഷം അവരെന്ത് ഇമോഷനാ പറയുന്നത്, അവർക്ക് ഭയം എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്നു എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ദുഃഖം വന്നു എന്നാണോ അവർ പറയുന്നത്, ജസ്റ്റ് കേട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ആ ഇമോഷനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. നിനക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പം നിനക്ക് വിഷമായല്ലേ ചോദിക്കാം. എന്നിട്ട് ഞാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നതെന്നുള്ളത്, അതാണ് നമ്മുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മളവിടെ കൊടുക്കുന്നത്, അല്ലേ? പിന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പിന് പോവാൻ നമുക്ക് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യാം. കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഹെൽപ്പോ എന്ത് ഹെൽപ്പാണോ അവർക്ക് വേണ്ടത് നമുക്കത് പോകാം. പിന്നെ അവർക്ക് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ പോകാം, കേട്ടോ. അപ്പൊ അവര് വളരെ വീക്കായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭക്ഷണമൊന്നും അവരുണ്ടാക്കുന്നുണ്ടാവില്ല, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാം, അല്ലേ? മാത്രമല്ല വീണ്ടും നമുക്ക്
ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് വിസിറ്റ് ചെയ്യല്, അതുപോലെ അവരെ ഒന്ന് ഫോൺ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കല്, അതൊക്കെ അവർക്കൊരു സപ്പോർട്ടായിരിക്കും. സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ, ഒരു സ്ത്രീധന പീഡനമോ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ, അത് എങ്ങനെയാണ് അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? 26 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിലെ ആത്മഹത്യകളുണ്ടല്ലോ, അത് കൂടുതലും ഈ സ്ത്രീധന പീഡനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത് സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് ഡൗറി ആക്ട് ഒക്കെ ഉണ്ട് അല്ലെ. പക്ഷേ ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഒരു സ്ത്രീ കുടുംബത്തിലേക്ക് ചെല്ലുന്നത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് അല്ലെ. അപ്പം അവരുടെ പേരൻസും അല്ലെ, രണ്ടു കൂട്ടരും വളരെയധികം സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ചെന്നാല് അവൾ അവിടെ സന്തോഷവും സമാധാനമായിട്ടിരിക്കാനുള്ള അവസ്ഥ അവിടുത്തെ ഭർത്താവും അവളുടെ ഭർത്താവും ആ ഭർത്താവിന്റെ വീട്ടുകാരും ഒരുക്കി കൊടുക്കണം എന്നാണ്. അതല്ലെങ്കിൽ ഗാർഹിക പീഡന നിയമത്തിന്റെ കീഴിൽ അത് വരും. അപ്പം സ്ത്രീധനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത് കൂടുതൽ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും അല്ലേ. അപ്പം ഈ കുറഞ്ഞു പോയി എന്ന് പറയുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഈ പെൺകുട്ടിയുടെ മാനസിക ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രെസ്സാണ്, ടെൻഷനാണ്, ആങ്സൈറ്റി ആണ് അല്ലെ. ആങ്സൈറ്റി ഡിസോർഡേഴ്സിലേക്കൊക്കെ പോകാം, PTSD, OCD എന്നൊക്കെ പറയുന്ന മാനസിക അവസ്ഥയിലേക്കൊക്കെ പോകാം, സ്ട്രെസ്സിക്കോടെയൊക്കെ പോകാം, അതുപോലെ ഡിപ്രഷനിലേക്കൊക്കെ പോകാം. പിന്നെ ഒരു ഹെൽപ്ലെസ്നെസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യാം അല്ലേ, എവിടെ പോകും എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ഒത്തിരിയും മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വിളിപ്പിക്കും, ഹസ്ബൻഡിനെ വിളിപ്പിക്കും, ഹസ്ബൻഡിന്റെ വീട്ടുകാരെയൊക്കെ വിളിപ്പിക്കും. എന്നിട്ട് അവരുടെ സ്ട്രോങ് ആയ തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവര് ഈ പീഡനമൊക്കെ ഈ കുട്ടിയെടുത്ത് ചെയ്യുന്നത്. കാരണം അവരുടെ വിശ്വാസം എന്നാന്ന് പറഞ്ഞാൽ പെൺകുട്ടി കൊണ്ടുവരുന്നതെല്ലാം അവർക്ക് അവകാശപ്പെട്ടതെന്ന് ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് സ്റ്റിൽ. മനസ്സിലായി, മിനിഞ്ഞാന്നും കൂടി ഞാനൊരു കേസ് ചെയ്യുന്നത് അതാണ്. അമ്മായിയമ്മയുടെ സിസ്റ്റേഴ്സും ബ്രദറും ഒക്കെ അമ്മായിയമ്മേനെ ഫോഴ്സ് ചെയ്തിട്ട് അമ്മായിയമ്മ മരുമോളെ പീഡിപ്പിക്കുകയാണ്. അമ്മായിമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മായിയമ്മേനെ ഇവരാണ് പറഞ്ഞ് തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവരുടെ സ്ട്രോങ് ആയ തെറ്റായ വിശ്വാസമായിരിക്കാം. പക്ഷെ ഈ സ്ത്രീ എന്തെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് സത്യം, അതാണ് നിയമം കേട്ടോ. അപ്പം സ്ത്രീധനം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്തെങ്കിലും കുട്ടിയുടെ സ്വർണമോ പൈസയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന് ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ഒന്നും അതിൽ അധികാരമൊന്നും ഇല്ല. പക്ഷെ ഈ പെൺകുട്ടിയാണെങ്കിലും ബുദ്ധിപരമായിട്ട് അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഇങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് ഈ സ്ത്രീ പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഇപ്പൊ നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇവര് വളരെ റൂഡായിട്ട് സംസാരിക്കുകയും ബിഹേവ് ചെയ്യുകയും ചെയ്ത ആ ഒരു വിഷമത്തിൽ നിന്ന് ഇവർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആണ്. അപ്പൊ സ്ട്രെസ് കൂടിയിട്ട് ടെൻഷൻ ആവുന്നു, ടെൻഷൻ കൂടിയിട്ട് ആങ്സൈറ്റി ആവുന്നു, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, പിന്നെയുള്ള സ്റ്റേജ് സൂയിസൈഡ് ആണ്. അതെ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക്, ഒരു പെൺകുട്ടിക്ക് ഇപ്പം മാഡം എന്തായിരിക്കും ഒരു ഉപദേശം കൊടുക്കുക? ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രെസ് ഫാക്ടർ എന്താണ്? ഇവരാരോപിക്കുന്ന പ്രശ്നങ്ങളാണല്ലോ. അതാണ് ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ സ്ട്രോങ് ആയ തെറ്റായ വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ അവർ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നേ. അപ്പം അവരുടെ ഈ ചിന്താഗതികളൊക്കെ തെറ്റാന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പിന്നെ അതിനെ നിയമപരമായിട്ട് ഇവർക്ക് ഉണ്ടാവുന്ന കോൺസിക്വൻസസും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവരുടെ ബിഹേവിയറിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ വിടുവാണ് ചെയ്യുന്നത്. വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ സെക്ഷൻ 498 പ്രകാരമൊക്കെ നമ്മൾ കേസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ
പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിടും. അതെ. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു സ്ത്രീധന പീഡനം അനുഭവിക്കേണ്ടി വരുമ്പോ ആദ്യം പറയുന്നത് നീ നിന്റെ വീട്ടിൽ പോയി നിന്നോന്ന ഉള്ള ഒരു രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ ഈ പെൺകുട്ടി ഉറപ്പായിട്ടും ഒരു സോഷ്യൽ സ്റ്റിഗ്മനെ പറ്റി ചിന്തിക്കുമല്ലോ. എനിക്ക് വരാൻ പോകുന്ന നാണക്കേട്, അല്ല എന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന നാണക്കേട്, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഇതൊന്നും ഒന്നും അല്ല, ഇനിയും ജീവിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും. ഉറപ്പായിട്ടും നമ്മള് കുട്ടിയെ എംപവർ ചെയ്യും. പിന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഓർഡർ ഒക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കും. കാരണം ആ കുട്ടി അവിടെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കണം കേട്ടോ. അല്ല, കാരണം ഈ കുട്ടിക്ക് ഉണ്ടാവുന്ന മക്കളെയൊക്കെ അവര് പരിപാലിക്കണമെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും വേണമല്ലോ, അല്ലേ? അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നിയമപരമായിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യും. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും പെൺകുട്ടികൾ ഇത് പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാകുമോ എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്തെന്ന് പറയാ, ഒരു മെന്റൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ അങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുക? എന്തുകൊണ്ടാണ് നമ്മളിത് പുറത്തു പറയാൻ മടിക്കുന്നത്? നമ്മുടെ ഇന്ത്യയില് ഫാമിലിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മള്, അല്ലെ? നമ്മൾ ചുറ്റുംപുറം എല്ലാം ഫാമിലീസാ കാണുന്നേ, അല്ലെ? അപ്പൊ കല്യാണത്തിന് മുന്നേ തന്നെ നമ്മൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് എന്താ നമ്മൾ പറയുന്നേ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എന്താണ്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ഒന്ന് വിചാരിച്ചേക്കണം. ഒരു ചെവി കൂടെ കേട്ടിട്ട് വേറൊരു ചെവി കൂടെ വിടണം. അപ്പം എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, നല്ല അനുസരണമുള്ള കുട്ടി, നല്ല കുട്ടി എന്നുള്ളൊരു ഇമേജ് അവിടെ കിട്ടുകയാണ്, അല്ലെ? ഇപ്പൊ കല്യാണം കഴിച്ചു ചോദിക്കും, ആ കുട്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും, അല്ലെ? എങ്ങാനും വല്ലോ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തുറന്ന് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി എന്തൊരു ധാർഷ്ട്യം, ധിക്കാരി, അഹങ്കാരി, തന്റേടി, അല്ലേ എന്നുള്ള പേരുകളൊക്കെ പിന്നെ വരിക, അനുസരണ ഇല്ലാത്തവള് എന്നൊക്കെ ഉള്ളത് വരികയാണ്, അല്ലെ? അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സോഷ്യൽ ഈ സ്റ്റിഗ്മാസ് ഒക്കെയാണ് ഈ കുട്ടികളെ ഇങ്ങനെ പുറത്ത് പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. അത് മാതാപിതാക്കൾ തന്നെ ഇതാണ്. ഇപ്പം ഞാനിപ്പം എൻ്റെ അടുത്ത് കേസുകൾ വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് എന്നാന്ന് പറഞ്ഞാല്, ഇങ്ങനെയൊക്കെ സഹിച്ച് സ്ട്രെസ് കൂടി, ടെൻഷൻ കൂടി ആത്മഹത്യ ചെയ്ത് ഈ ഫോട്ടോ ഈ നമ്മുടെ വോളില് വരുന്നതിലും ഭേദം, തൃശ്ശൂർക്കാര് പറയുന്നല്ലോ പടായിരിക്കുന്നതിനേക്കാളും ഭേദം, അല്ലേ? നമ്മള് ഫോട്ടോ ഭിത്തിയില് വരുന്നതിനേക്കാൾ ഭേദം നമ്മൾ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ നിന്ന് മാറുന്നതാണ്. അപ്പൊ അത് നമ്മളിപ്പോ പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനൊരു കാര്യം സിറ്റുവേഷനിൽ ഒരു ആത്മഹത്യ എന്നുള്ളത് തീരുമാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മെന്റൽ ഫസ്റ്റ് എയ്ഡ്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അല്ലേ? പെട്ടെന്ന് നമുക്ക് സ്ട്രെസ് ഒക്കെ വരുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്താണ് എനിക്ക് സ്ട്രെസ് തരുന്നത് എന്നുള്ളതാ. ഇവിടെ എന്ത് ഹെൽപ്പ് എനിക്ക് എടുക്കാൻ പറ്റും? നമുക്കൊന്ന് ഒരു ഇപ്പൊ 112 നമുക്കൊരു എമർജൻസി നമ്പറാണ്. എമർജൻസി നമ്പർ വിളിക്കുമ്പോ എന്താണ്, പോലീസ് വരുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും അവര് നമുക്ക് ചെയ്തു തരും, അല്ലെ? ഒന്ന് നമുക്കൊരു എന്ന് പറഞ്ഞാൽ ലിങ്ക് നമ്മൾ പറയും, സോഷ്യൽ കണക്ഷൻ ആണ്. നമ്മളൊന്ന് കണക്ട് ചെയ്യുവാണ്. ഒന്നുമില്ലേ, നമുക്ക് പേരൻസിനെ വിളിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പോലീസ് പോലെയുള്ള ഏജൻസീസിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. ഒന്ന്, നമുക്കൊരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ. രണ്ട്, നമുക്ക് തന്നെ ചിന്തിക്കാം, ഈ തൻ്റെ ഇടം എന്നുള്ള വാക്കുണ്ടല്ലോ, തൻ്റെ ഇടം എന്നുള്ള വാക്ക് എന്റെ അർത്ഥം എന്താണെന്നറിയോ? തൻ്റെ ഇടം എന്നാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ എനിക്ക് ഈ ഭൂമിയിൽ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനകത്തേക്ക് ആരും കിടക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ എന്റെ ഈ എന്തൊക്കെയാ ഞാൻ ഇങ്ങനെ വരുമ്പോ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ സ്വയം ഒന്ന് എന്റെ തിങ്കിങ് ഒന്ന് മോണിറ്റർ ചെയ്യുന്ന നല്ലയാ. ഇപ്പം സെയിം പ്രോബ്ലം ആയിരിക്കും, പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതെന്റെ തിങ്കിങ്ങിന്റെ ഇതാണ്, അല്ലെ? ചിലര് ആത്മഹത്യയിലേക്ക് പോകും, ചിലതിനെ ഓവർകം ചെയ്യും, നേരിടും, ഫേസ് ചെയ്യും അതിനെ, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്റെ തിങ്കിങ്ങിൽ നിന്ന് വരുന്നയാ. എന്തൊക്കെയാ ഞാൻ ഈ ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലയാ. പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ ഇതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നും നമ്മൾ നോക്കുന്നത് നല്ലയാ. എപ്പോഴും നമുക്കൊരു ഹെൽപ്പ് വാങ്ങിക്കുന്നതാണ് ബെറ്റർ. പ്രൊഫഷണൽ ഹെൽപ്പ്. അതെ, അതാണ് ഒരു സൈക്കോളജിക്കൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ തിങ്കിങ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു ഹെൽപ്പാണല്ലോ നമുക്ക് ആവശ്യം. അതിനെയൊന്നും നമ്മൾ മോണിറ്റർ ചെയ്ത് എവിടെയെങ്കിലും എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കുക.
അതായത് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാരണം കൊണ്ട് മാത്രമല്ല, ഏത് കാരണം കൊണ്ടാണേലും ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ആള് സ്വയമായ ഒരു സ്വയമായിട്ട് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതെ, ഇതല്ലാതെ വേറെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നുള്ളത്. അതെ, ഈ ഒരു ഓപ്ഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞു. ഇപ്പം SSLCക്ക് 2 പിള്ളേര് തോറ്റു. ഒരാൾ ഡിപ്രഷൻ അടിച്ച് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുമായിരിക്കും, ഒരാൾ കൂളായിട്ട് നടക്കുന്നുണ്ടാവും. 40 ലക്ഷം കടമുള്ളവൻ കൂളായിട്ട് നടക്കുന്നുണ്ടാവും, 10 ലക്ഷം കടമുള്ളവൻ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരും. രണ്ടുപേർക്കും സെയിം തന്നെയാണ്, കടമാണ്. രണ്ടുപേരും പരീക്ഷയ്ക്ക് തോറ്റവരാണ്. പക്ഷെ ഈ രണ്ടുപേരുടെയും തിങ്കിങ്ങും ആറ്റിറ്റ്യൂഡും പെർസെപ്ഷനും ആണ് രണ്ടുപേരെയും രണ്ടാക്കിയത്, അല്ലേ? ഈ കടം വന്നവൻ, 40 ലക്ഷം കടം വന്നവൻ, അല്ലെങ്കിൽ SSLCക്ക് തോറ്റാൻ എന്താ ചിന്തിച്ചേ? ഈ കൂളായിട്ട് നടക്കുന്നവൻ എന്താ ചിന്തിച്ചേ? SSLCക്ക് മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതം ഒരു പരാജയമൊന്നും അല്ല, ഞാനൊരു പരാജയമല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞ പോലെ ഈ ഡിപ്രഷൻ അടിച്ചവൻ എന്താ ചിന്തിച്ചേ? ഇതോടെ എന്റെ ജീവിതം തീർന്നു, ഞാനൊരു പരാജയം, എന്റെ ജീവിതം ഒരു, അതങ്ങ് ഓവറായിട്ട് അതിനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്യുക ചെയ്തേ. ക്ലിയർ ആയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ആ തിങ്കിങ്ങിന്റെ വ്യത്യാസമാണെന്ന്. മാഡം, ഇന്നത്തെ സൊസൈറ്റി, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വർക്ക് പ്രഷർ, ജോലി സ്ഥലത്തെ ടെൻഷൻസ്. ഇതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം സൈക്കോളജിക്കലി? 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള വ്യക്തികളുടെ ആത്മഹത്യ 35% ഈ വർക്ക് പ്രഷർ കൊണ്ട് ഉണ്ടാവുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തുകൊണ്ട് അവർക്കതൊരു പ്രഷറായി എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഇപ്പം പേഴ്സണലി എൻ്റെ അടുത്ത് വരുന്നവരുടെ ഞാൻ ഏറ്റവും ആദ്യം നോക്കുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്. എന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളൊരു A4 സൈസ് പേപ്പർ തരുന്നു, എന്നോട് പടം വരയ്ക്കാൻ പറയുക. എനിക്ക് പടം വരയ്ക്കാൻ അറിയാൻ വയ്യ. അപ്പൊ എനിക്ക് 3 സംഗതിയാണ് അവിടെ വരുന്നത്. 1, എനിക്ക് സ്ട്രെസ്സാണ്. 2, ഞാൻ ഇറേസർ വെച്ച് എപ്പോഴും ഇങ്ങനെ മാച്ചിരിക്കും. ശരിയല്ലേ? എനിക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല, ധാരാളം മിസ്റ്റേക്സ് ഞാൻ അവിടെ വരുത്തുന്നത്. അതേസമയം ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞാലോ, നന്നായി വരയ്ക്കും, നിമിഷ നേരം കൊണ്ട് അവർ വരയ്ക്കും. അവർക്കതൊരു പ്രഷറാണോ? അവർക്ക് വർക്ക് പ്രഷർ വരുന്നുണ്ടോ? ഇല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പം തന്നെ അവര് ഒരു കരിയർ കൗൺസിലറുടെ അടുത്ത് പോയിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ അഭിരുചികളുണ്ട്. ഇപ്പൊ ഈ ചിലർക്ക് എന്താ പറയാ, സ്പോർട്സിലായിരിക്കും അഭിരുചി, ചിലർക്ക് അഗ്രികൾച്ചറിലായിരിക്കും, ചിലർക്ക് സിവിൽ എഞ്ചിനീയറിംഗിലായിരിക്കും, ചിലർക്ക് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം, ചിലർക്ക് നല്ല ഡിറ്റക്റ്റീവ് മൈൻഡ് ഒക്കെ ഉണ്ടാവും, ചിലർക്ക് ആർട്ടിസ്റ്റിക് ആയിരിക്കും, ചിലർ സോഷ്യലിന്റെ ആൾക്കാരായിരിക്കും, ചിലര് എന്താ പറയാ കൺവെൻഷനലായിരിക്കും, അപ്പം ചിലർക്ക് ബിസിനസ്സിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഓരോ മേഖലകളിലായിരിക്കും. അപ്പൊ നമ്മൾ പറയില്ലേ, ജന്മനാ അവൻ അങ്ങനെ ഒരു കഴിവുള്ള ആളാന്ന് പറയില്ലേ? ആ കഴിവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ആദ്യം. അതിനുശേഷം നമ്മൾ ഈ +2 നമ്മൾ ആ ഒരു മേഖല എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കരിയർ നമ്മൾ ആ ലെവലിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം പലരും എഞ്ചിനീയറിംഗ് പാസ്സായതാണ്, പക്ഷെ ചെയ്യുന്നത് വേറെ പണിയായിരിക്കും. കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. ലോ ആയിരിക്കും പഠിച്ചത്, പക്ഷെ ചെയ്യുന്നത് വേറെ പണിയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവർക്ക് ആ ഫീൽഡ് എന്ന് പറയുന്നത് അവർക്ക് സ്ട്രെസ്സാണ്. മനസ്സിലുണ്ടോ? അപ്പൊ ആദ്യം ഞാൻ നോക്കുന്നത് ഇവർ ഈ കറക്റ്റ് ഈ ജോലി സ്ഥലത്താണ് ഇവര്, ഈ ജോബാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ, മനസ്സിലായോ? അതാണെങ്കിൽ അവർക്ക് അത് സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല. പിന്നെന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഈ എന്താ പറയാ ഭയങ്കര പ്രഷറാണല്ലോ, ടാർഗറ്റുകളും കാര്യങ്ങളും. പിന്നെ ലൈഫ് സോ ഫാസ്റ്റ് ആണ്. പിന്നെ ഫാമിലിയും വർക്കും കൂടി രണ്ടും കൂടി മാനേജ് ചെയ്യുന്നത് കുറച്ച് പാട്. നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിൽ തന്നെ നമ്മൾ എത്ര മണിക്കൂർ കിടക്കുന്നത്, അല്ലേ? ഇതൊരു മനുഷ്യനല്ലേ, ഹ്യൂമൻ ബീയിങ്സ് ആർ ഹ്യൂമൻ. എല്ലാം കൂടി ഇവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ചുറ്റും, അല്ലേ, കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു, അല്ലേ? പല പല പ്രഷേഴ്സ്, EMI അടയ്ക്കണ ഉണ്ടാവും, അല്ലേ? നമുക്കൊരു വീട് വാങ്ങിക്കണമെങ്കിൽ ഇന്നെന്താണ്
1 പവൻ സ്വർണത്തിന് ഇപ്പൊ എന്ത് മാത്രം ഇങ്ങനെ അങ്ങ് പോവല്ലേ. അപ്പം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രഷർ വരുന്നുണ്ട്. അതും ഈ വർക്കും കൂടി വരുമ്പം വർക്കിലെ ഡിമാൻഡ്സും പിന്നെ ബോസിന്റെ ഇതായിട്ടുള്ള അവരുടെ ഒരു മനുഷ്യത്വ പ്രഷർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവരുടെ അടുത്തേക്ക് എടുക്കുന്ന അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതില് വരുമ്പോ ബുദ്ധിമുട്ടായി. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ എല്ലാ ടാസ്ക് ഒരു വലിയൊരു ഇതുപോലെ മുമ്പിൽ അവർക്കൊരു വലിയൊരു ഇതുപോലെ ഇരിക്കുവാണെങ്കിൽ അതിനെ പാർട്സ് ആക്കാൻ പറയും. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയും സംഗതികളൊക്കെ. ഇപ്പൊ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക. ഇത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവർക്ക് അതൊക്കെ അവരുടെ സ്ട്രെസ് കുറയ്ക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഭക്ഷണം, വെള്ളം, സൂര്യപ്രകാശം കൊള്ളണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെടി വളരണമെങ്കിൽ എന്തൊക്കെ വേണം? ഭക്ഷണവും വെള്ളവും സൂര്യപ്രകാശവും വേണം നന്നായിട്ട് വളരണമെങ്കിൽ അല്ലേ. നമ്മളും പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് നമുക്കിത് 3 കിട്ടിയേ പറ്റൂ. ഇപ്പൊ ഞാൻ അനീമിക്കാന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഡയബറ്റിക് ആണ്, എനിക്ക് നന്നായിട്ട് നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ വെള്ളം തീരെ കുടിക്കുന്നില്ല, എന്ത് പറ്റും? ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? വാടും. ഞാനും വാടിയിരിക്കും. എൻ്റെ ബ്രെയിൻ എന്തോ അതാണല്ലോ ഞാൻ. എൻ്റെ ബ്രെയിനിലാണ് ഇന്റലിജൻസ്, അതുപോലെ തന്നെ എൻ്റെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, എല്ലാം മെമ്മറി, റീസണിങ് അല്ലേ, എൻ്റെ ജഡ്ജ്മെന്റ് എല്ലാം ബ്രെയിൻ അല്ലേ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ ബ്രെയിനിന് അതിൻ്റെ ഫുഡും കിട്ടണം, അതിൻ്റെ ഉറക്കവും കിട്ടണം. ഈ ഫുഡുമായിട്ട് ബ്രെയിനിലേക്ക് പോകുന്നത് ബ്ലഡാണ്. ബ്ലഡിൽ 80% വെള്ളമാണ്. അപ്പൊ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? അതുപോലെ സൂര്യപ്രകാശം കൊള്ളുന്നില്ലെങ്കിൽ, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആങ്സൈറ്റി, മൈൽഡ് ഡിപ്രഷൻ, നല്ല ക്ഷീണം, ടയർഡ്നെസ്, ഫെറ്റീഗ്നെസ് ഒക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇതും ഒക്കെ വർക്ക് പ്രഷർ വരാനുള്ള കാരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ വർക്ക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്ക് ഇതുപോലെ നമ്മൾ അങ്ങനത്തെ ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ട്, ജോലി സ്ഥലത്ത് പ്രഷർ ആയതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കേസുകൾ. അതാ ഞാൻ പറഞ്ഞത് 35% വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ മാഡം ഇങ്ങനെ ഇതുപോലൊരു പാറ്റേണിലുള്ള ഇല്ല, ഞാൻ ബയോ, സൈക്കോ, സോഷ്യോ ഫാക്ടേഴ്സ് ആണ് ഞാൻ നോക്കുന്നത്. ബയോളജിക്കലില് ഞാൻ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഓക്കെ ആണോ, ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ബ്രെയിനിൽ എന്തെങ്കിലും ഇൽനെസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പേഴ്സണാലിറ്റിയില് അവർക്ക് ഈ നോ പറയേണ്ടടുത്തൊക്കെ നോ പറയാൻ അറിയോ എന്ന് ഞാൻ ചോദിക്കും. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കൂടെയുള്ള കൊളീഗ്സ് ആയിരിക്കും, അവർ നമ്മുടെ അടുത്ത് ഇന്ന ആ പണിയൊന്നും ചെയ്തതായോ എന്ന് പറയുമ്പോൾ ഇവരുടെയും ചെയ്യണം, നമ്മൾ അവരുടെയും ചെയ്യണം അല്ലേ. ചിലപ്പം ബോസിന്റെ അടുത്തൊക്കെ നമുക്ക് നോ പറയാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും. പിന്നെ അവരുടെ ഒരു റിജിഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ ആത്മഹത്യയുടെ എല്ലാത്തിനും ഒരു റീസൺ ഞാൻ കാണുന്നത് റിജിഡ് തിങ്കിങ് ആണ്. റിജിഡ് തിങ്കിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് 3 രീതിയിലാണ്. 3 രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ എന്നോട് തന്നെ റിജിഡ് ആവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്ഷനിസ്റ്റ് മനോഭാവമാണത്. എന്ന് പറഞ്ഞാൽ ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ ചില പിള്ളേർ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാ? പെർഫെക്ഷൻ ആണത്. അത് എനിക്ക് തന്നെ ഞാൻ പ്രഷർ കൊടുക്കുക. അവര് റിയാലിറ്റിയെ ഫേസ് ചെയ്യുന്നില്ല. റിയാലിറ്റി എന്തുവാ? ഈ ഭൂമിയിൽ എന്നെക്കാളും ബുദ്ധിയും കഴിവും പ്രാപ്തിയുള്ളവരും ഉണ്ട്. പക്ഷെ ഞാൻ അതിനെ ഫേസ് ചെയ്യുന്നില്ല. പകരം ഞാൻ പറയാ നോ, എന്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം. ആ എപ്പോഴും എന്നുള്ള ഓൾവേസ്, മസ്റ്റ്, ഷുഡ്, ഈ വാക്കുകൾ നമുക്ക് പ്രഷർ കൊടുക്കുക. അത് സ്ട്രെസ് ആയിട്ട്, ടെൻഷനായിട്ട്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, സൂയിസൈഡിലേക്കൊക്കെ പോകാം. ഇതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കും. മനസ്സിലാവുണ്ടോ? ഇപ്പൊ മറ്റുള്ളവർ ഇപ്പൊ പ്രേരണ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയില്ലേ അല്ലേ. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പെർഫെക്ഷൻ പ്രതീക്ഷിക്കുക. മറ്റുള്ളവർ എൻ്റെ അടുത്ത് എപ്പോഴും നന്നായിട്ട് പെരുമാറണം. ഇപ്പൊ ഞാൻ എന്റെ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുന്നു, എനിക്ക് പരിചയമുള്ള ഒരാളങ്ങ് നടന്നു പോവുക, എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ ഡിസ്റ്റർബ്ഡായി. കാരണം എന്താ? മറ്റുള്ളവർ എപ്പോഴും എൻ്റെ അടുത്ത് നന്നായിട്ട്, എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ നന്നായിട്ട് പെരുമാറണം എന്ന് ഞാൻ ചിന്തിക്കുവാണ്, എക്സ്പെക്ട് ചെയ്യുവാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ എന്നെ കണ്ടു കാണില്ലായിരിക്കും, ചിലപ്പോൾ വല്ല എമർജൻസിയിൽ പോയതായിരിക്കാം. അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സ്ട്രെസ് വരുന്നില്ല. അതിനെ പറയുന്ന ഫ്ലെക്സിബിൾ തിങ്കിങ് എന്നാ. ഇത്രയും നേരം നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. അതൊക്കെ ജീവിതത്തിൽ വരുന്ന ഓരോ ദുരന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അല്ലെ. ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, അതൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ള ദുരന്തങ്ങളായിരിക്കാം അല്ലെ. ഈ ദുരന്തങ്ങൾ വരുമ്പം ഈ റിജിഡായിട്ട് ചിന്തിക്കുന്നവരില്ലേ, എന്നാലും എനിക്കത് സംഭവിച്ചല്ലോ, എനിക്കത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ചിന്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ജീവിതം
എപ്പോഴും ഭംഗിയായി പോണം. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും വൃത്തിയായിട്ട് ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ എപ്പോഴും നടക്കണം. മറ്റുള്ളവർ എപ്പോഴും എൻ്റെ അടുത്ത്, ഈ എപ്പോഴും എന്നുള്ള വാക്ക് നമുക്ക് സ്ട്രെസ് തരുക. പക്ഷെ നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് ചിന്തിക്കുകയെന്ന് വെച്ചോളൂ. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, വാട്ട് നെക്സ്റ്റ്? ഇപ്പം എർത്ത് വരാൻ പാടില്ല എന്ന് ഉണ്ടോ? നിയമമുണ്ടോ? വന്നു, ദുരന്തമല്ലേ, ഫ്ലഡ് വരുന്നു, അസുഖം വരുന്നു, അല്ലേ, ആക്സിഡന്റ് വരുന്നു, മരണം സംഭവിക്കുന്നു, അല്ലേ, കടം വരുന്നു, ജോലി നഷ്ടപ്പെടുന്നു. വരല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ചിലപ്പോൾ ദുരന്തങ്ങൾ വരും. നമുക്ക് ഇഷ്ടമുള്ളതും സംഭവിക്കും, നമുക്ക് ഇഷ്ടമില്ലാത്തതും ജീവിതത്തിൽ സംഭവിക്കും, അല്ലേ? ഈ വരുമ്പോ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് സ്ട്രെസ് തരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മാഡം, ഇപ്പം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ട്, ഇമോഷണൽ ഹെൽത്ത് ഉണ്ട്, സോഷ്യൽ ഹെൽത്ത് ഉണ്ട്, സ്പിരിച്വൽ ഹെൽത്ത് ഉണ്ട്. ഈ 5 ഹെൽത്ത് കൂടുന്നതാണ് ഹെൽത്ത്. ഇതിൽ ഏതെങ്കിലും ഹെൽത്ത് ഡൗൺ ആണോ, ഞാൻ ഹെൽത്തി അല്ല എന്നാ. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, ആരോഗ്യമുള്ള ഭക്ഷണത്തിൽ നിന്ന് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുന്നുള്ളൂ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവുന്നുള്ളൂ. ഈ മനസ്സ് എവിടെ ഇരിക്കുന്ന? നമ്മുടെ ബ്രെയിനില. ഈ മനസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ബോധപൂർവമായിട്ടിരിക്കുന്ന ഈ അവസ്ഥ, സ്ഥലകാല ബോധം, ഓർമ്മശക്തി, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, പിന്നെ ചിന്താശേഷി, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്നത്, തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ റീസണിങ്, പിന്നെ നമ്മുടെ ജഡ്ജ്മെന്റ്, പിന്നെ നമ്മുടെ ഇമോഷൻസ്, സാഡ്നെസ്, ആങ്കർ, ഫിയർ ആൻഡ് ഹാപ്പിനെസ്, നമ്മുടെ ഇമോഷൻസ്, ഇന്റലിജൻസ്, ബുദ്ധി, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഉൾക്കാഴ്ച, പിന്നെ നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഇത്രയാണ് മേജർ ആയിട്ടുള്ള നമ്മുടെ മെന്റൽ ഫങ്ഷൻസ്. അപ്പൊ ഇതിനെല്ലാം ബ്രെയിനിൽ സെന്റേഴ്സ് ഉണ്ട്, അല്ലേ? ഈ സെന്റേഴ്സ് എല്ലാം നോർമൽ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്. ഈ നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ബ്രെയിനിനെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ കുറച്ച് കെമിക്കൽസാണ്. അപ്പം എല്ലാം നോർമൽ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയാണ്. ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊന്ന് വിഷമിക്കുമ്പോഴേക്കും ബുദ്ധി അവിടെ വരും, അല്ലെ? നമുക്ക് ചെറുതായിട്ടൊന്ന് ദേഷ്യം വരുമ്പോഴേക്കും ബുദ്ധി അവിടെ വരും. അപ്പം നമ്മുടെ ബ്രെയിൻ എന്തോ അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല്, അല്ലെ? നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മുടെ ബുദ്ധിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മെമ്മറി എല്ലാം ബ്രെയിനിലായിരിക്കുന്നത് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ബ്രെയിനിന് അതിനതിൻ്റെ ഫുഡും കിട്ടണം, അതിനതിൻ്റെ ഉറക്കവും കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മൾ കഴിക്കണം. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കുറെ മൂലകങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്, എലിമെന്റ്സ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? ഈ എലിമെന്റ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്ന? ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ ബോഡി ഇത് വലിച്ചെടുക്കണമെങ്കിൽ വൈറ്റമിൻസ് വേണം. ഓക്കെ, എല്ലാ വൈറ്റമിൻസും നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ കിട്ടും, എക്സെപ്റ്റ് vitamin D3. അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ ഭക്ഷണം കഴിക്കണം, വെള്ളവും കുടിക്കണം, സൂര്യപ്രകാശം. അത് 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയില് ആണ്. ഒരു 15 മിനിറ്റ് എങ്കിലും മുഖത്തേക്കും കൈമുട്ടിന് താഴേക്കും കാൽമുട്ടിന് താഴേക്കും നമ്മൾ അടിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നല്ല പോലെ ഉറങ്ങുകയും ചെയ്യണം. ഇന്നത്തെ കാലത്തെ മെയിൻ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത്, കൂടുതൽ നമ്മൾ ഈ മൊബൈലും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു, ഉറക്കക്കുറവ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാന്ന് പറഞ്ഞാൽ ടിവിയുടെ സ്ക്രീൻ സോ ഫാസ്റ്റ് ആണ്, മൊബൈലിന്റെ സ്ക്രീനും സോ ഫാസ്റ്റ് ആണ്. യൂട്യൂബ് ഒക്കെ നമ്മൾ കാണുമ്പോ ഇല്ലേ, അതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോ ഇല്ലേ, സോ ഫാസ്റ്റാ. അപ്പൊ നമ്മുടെ ലിവറിന് ശരിക്കും ഫങ്ഷൻ ചെയ്യുന്ന ഒരു താളമുണ്ട്, നമ്മുടെ ഹാർട്ടിനും ഫങ്ഷൻ ചെയ്യുന്ന ഒരു താളമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിനും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു താളമുണ്ട്. അപ്പൊ ഈ താളം നമ്മുടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ മൊബൈലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ 2 വാക്കിലേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. പിന്നെ ഒത്തിരി അങ്ങ് ഉപയോഗിക്കാൻ പറയുമ്പോൾ ഡിപ്പെൻഡൻസി വരുക. മൊബൈൽ ഉപയോഗിക്കുന്ന ചിന്ത വരുന്നു, മൊബൈൽ ഉപയോഗിക്കുന്ന ചിന്ത വരുന്നു, ഉപയോഗിക്കുന്നു, മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അഡിക്ഷനാ. ഓക്കെ, അഡിക്ഷൻ വരുമ്പോഴേക്കും നമ്മൾ രോഗിയായി മാറി. പിന്നെ മൊബൈലായിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ഒക്കെ ബാധിക്കുവാണ് ഈ അഡിക്ഷൻസ് ഒക്കെ, അല്ലേ? അപ്പൊ അതുകൊണ്ട് മാനസിക ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടതാണ് നമുക്ക് ഭക്ഷണവും നല്ല ഫുഡും അതിന്റെ ഉറക്കവും എന്ന് പറയുന്നത്. സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് മനസ്സ് കൈവിട്ടു പോകാതിരിക്കാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർഗങ്ങളുണ്ടോ?
ഒന്ന്, എന്തുകൊണ്ട് എനിക്ക് ആ തകർച്ച വന്നു എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യം. കാരണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ പ്രശ്നത്തിൽ പിന്നെയും വന്ന് വിടാം. ഒരു വ്യക്തിപരമായിട്ടൊക്കെ ഞാൻ നോക്കുമ്പം അവർക്ക് ഈ നോ പറയേണ്ടടുത്ത് നോ പറയാൻ അറിയാൻ പാടാത്തത് പല പ്രശ്നങ്ങൾക്കും അത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ കണ്ടേക്കുന്നതാണ്. ഇപ്പൊ ആരെങ്കിലും ഒരു 10,000 രൂപ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ അറിയില്ല, നോ പറയാൻ അറിഞ്ഞൂടാ. കാരണം എന്താന്ന് വിചാരിക്കും. കറക്റ്റ്, എന്റെ ഇമേജിനെ ബാധിക്കും. അതൊക്കെ ഇമോഷണലി വീക്ക് ആയതുകൊണ്ടാ. മനസ്സിലുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം. അത് ഒന്ന്. 2, നമ്മളിപ്പോ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഇല്ലേ, നമ്മൾ ഇതിന് ഒരു റിസർച്ച് ചെയ്യുന്ന നല്ലയാ. ഒരു 10 പേരോട് ഇത് നടത്തിയിട്ട് 10 പേരോട് നമ്മൾ നടത്തിയിട്ടുള്ള 10 പേരോട് നമ്മൾ ചോദിക്കുന്നത് നല്ലയാ. എങ്ങനെയുണ്ട് ഇതിനകത്തെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് നമ്മള് ചാടുന്നത് നല്ലയാ. എന്തുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക തകർച്ച വന്നു എന്നുള്ളതിന്റെ ആ കാരണങ്ങളാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങളും പഠിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നല്ലയാ. സംഗതികളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമല്ലോ, അല്ലേ? ജീവിതത്തിലെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിലാണ് ഈ കുടുംബം മൊത്തം ഈ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന കടബാധ്യതകൾ വരുമ്പോഴേ അപ്പൊ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം വരുന്നില്ല അവിടെ, അല്ലേ? വളരെ അതുപോലെ തന്നെ നമ്മൾ പൈസ ഒന്ന് ബജറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നല്ലയാ. ഇനി നമുക്കത് അറിയില്ലെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക വിദഗ്ധരോടൊക്കെ നമുക്കൊന്ന് പോയി ചോദിക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പ്രാക്ടിക്കലി നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. ഒരു വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി ആ വീട്ടിലുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുക? അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഒന്നെന്ന് പറയുമ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വീട്ടിൽ അനുഭവിക്കുമ്പോൾ അവിടെ സ്ട്രെസ് ഉണ്ട്, അല്ലേ? അപ്പം എല്ലാത്തിനും നമുക്ക് പൈസ വേണമല്ലോ, അല്ലേ? ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, പാർപ്പിടത്തിന്, പഠനത്തിന്, അല്ലേ? അത് നാച്ചുറലി കുട്ടികളെ ബാധിക്കും. അതപ്പോ ഒരു ട്രോമയായി ട്രോമയായിട്ടും വരാം. ഇവർക്കൊരു നല്ല സ്ട്രെസ് വരുന്നു, ആങ്സൈറ്റി വരുന്നു, വളരെയധികം ഇൻസെക്യൂരിറ്റി വരുന്നു. ക്ലാസ്സിൽ ഫീസൊക്കെ കൊടുത്തില്ലെങ്കിൽ അത് അവർക്ക് ഷെയിം ആവുന്നു, പിന്നെ ഗിൽറ്റ് ആവുന്നു, അല്ലേ? ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അവിടെ ഈ ഫാമിലിയെ വിളിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാല്, എന്തുകൊണ്ട് ഇന്നിങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വന്നു, ചിലപ്പം അവരുടെ പ്രാപ്തിക്കുറവായിരിക്കാം. അപ്പം പ്രാപ്തിക്കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ റിസോഴ്സസ്, എന്റെ 2 കണ്ണ് കാണുന്നത് എന്റെ ഒരു പോസിറ്റീവ് ഇതല്ലേ, അല്ലേ? എന്റെ ഒരു സ്ട്രെങ്ത് അല്ലേ അത്. അതുപോലെ എന്റെ ചെവി കേൾക്കാം, എനിക്ക് സംസാര പ്രാപ്തിയുണ്ട്, എനിക്ക് എന്റെ ബുദ്ധി എനിക്ക് പ്രവർത്തിപ്പിക്കാം, എന്റെ എഡ്യൂക്കേഷൻ എനിക്ക് എടുക്കാം, എന്റെ 2 കൈയും വർക്കിംഗ് ആണ്, എന്റെ കാല് 2ഉം വർക്കിംഗ് ആണ്, അല്ലേ? പക്ഷെ സ്ട്രെസ് അങ്ങ് കൂടുമ്പോൾ നമ്മൾ ഇതൊന്നും ഓർക്കുന്നില്ല. നമുക്ക് മനസ്സിന് ഭാരമാണല്ലോ, മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. നമുക്ക് ബുദ്ധിപരമായിട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ ആ സമയത്ത് പറ്റില്ല. അപ്പൊ നമ്മൾ ഇവരെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്, അല്ലെ? വൈഫിനും ചിലപ്പോൾ ജോലിക്കൊക്കെ പോകാൻ പറ്റും. ഇനി നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള ഏജൻസീസ് ഉണ്ടല്ലോ, ജോലിയൊക്കെ കൊടുക്കുന്ന ഏജൻസീസിലേക്കൊക്കെ നമുക്ക് അവരെ അയക്കാൻ പറ്റും. അങ്ങനെ ആ റിസോഴ്സസ് നമുക്ക് ആ ഇൻഫർമേഷനൊക്കെ അവർക്ക് കൊടുത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു കുട്ടിയെ ഡ്രഗ് അഡിക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോലീസ് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം അവന്റെ വീട്ടിൽ ഇതുപോലെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ ഡ്രഗ് ഡീലേഴ്സ് ഇവനെയാണ് ഉപയോഗിച്ചത്, എന്ത് കാരിയേഴ്സ് ആയിട്ട്. അങ്ങനെയാണ് ഇവൻ ഈ ഡ്രഗ് അഡിക്ഷനിലേക്ക് വരാനുണ്ടായ ഒരു റീസൺ. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഒരു ഡ്രഗ് അഡിക്റ്റ് ആയത്, എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ വീട്ടിലെ സാഹചര്യങ്ങളും ആവാം. കുറ്റവാളികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരാ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, അങ്ങനെ അവരുടെ ആ ഒരു മാനസികാവസ്ഥ, അതിനെപ്പറ്റിയൊക്കെ അവരെന്തായിരിക്കും പറയാറുള്ളത്? നമ്മൾ അതിനെ ഒരു 3 സംഗതികളാണ് നോക്കുന്നത്. ഒന്ന് ബയോളജിക്കൽ, അതുപോലെ സൈക്കോളജിക്കൽ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. ബയോളജിക്കലില്
അവർക്ക് എക്സസീവ് ആങ്കർ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവര് ഇമ്പൾസീവ് ആയിരിക്കും. ഇപ്പൊ എന്താണോ തോന്നണേ അങ്ങനെ ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു കേസ് ചെയ്തതില് ആ കുട്ടിയുടെ പിതാവാണ് ഒരാളെ കൊന്നത്. അപ്പം ആ കുട്ടി പറയുന്നത് എന്നാന്ന് പറഞ്ഞാല് ഈ ലോകത്തിൽ ഇത്രയും നല്ലൊരു പിതാവില്ലെന്നാ. പക്ഷെ പുള്ളിക്ക് എക്സസീവ് ആങ്കർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയതാ. അങ്ങനെ വരുമ്പോ അത് പാരമ്പര്യമായിട്ട് വരാം. നമ്മൾ പറയാറില്ലേ, ആ അപ്പൂപ്പന്റെ ദേഷ്യം അവനും കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ ദേഷ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് പറയാറില്ലേ, പാരമ്പര്യമായിട്ട് വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വരാം. പിന്നെ ഡ്രഗ്സ്, ആൽക്കഹോള്, എത്രയോ കേസുകൾ അല്ലേ, മദ്യപാനം കൊണ്ട് വന്നേക്കുന്ന ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ, എത്രയോ ഇൻസിഡൻസ് വന്നേക്കുന്നത്. അപ്പം ബയോളജിക്കൽ റീസൺസ് അതൊക്കെയാണ്. പിന്നെ സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ ഒരു ആന്റി സോഷ്യൽ ഒരു ബിഹേവിയർ ഉണ്ടോ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടോ, അതും അങ്ങനെ നയിക്കാം. പിന്നെ അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ പേഴ്സണാലിറ്റിയുടെ ഇത് വരുന്നയാ. പിന്നെ ഈ വീട്ടില് ഇപ്പം ബെൽറ്റ് വെച്ചടിക്കുന്നു, സ്കെയിൽ വെച്ചടിക്കുന്നു അല്ലെ, ചട്ടുകം വെച്ച് പഴിപ്പിക്കുന്നു അല്ലെ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള പിള്ളേരും അവരുടെ സൊസൈറ്റിയിലും കൂടുതലും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയക്കൊക്കെ അല്ലെ, ഹൊറർ മൂവീസ് ഒക്കെ കാണുന്ന പിള്ളേർക്കും ഇങ്ങനത്തെയുള്ള ടെൻഡൻസീസ് ഒക്കെ വരാനുള്ള സാധ്യത. ഇപ്പൊ നമ്മളൊരു ജലദോഷമോ പനിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതുപോലുള്ള അസുഖങ്ങളോ വരുമ്പോൾ ഡോക്ടറെ കാണാറുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾക്ക് എനിക്കൊരു മനസ്സിനൊരു ചെറിയ പ്രശ്നമുണ്ട്, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ കാണണമെന്ന് പറയാൻ ഒരു മടി ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ മടി നമ്മൾ മാറ്റിയെടുക്കേണ്ട കാര്യം ഉള്ളതല്ലേ? ഉറപ്പായിട്ടും. ഇപ്പം നമ്മള് ഒരാളിപ്പം താണ്ടെ വഴിയിലൂടെ പോകുമ്പോൾ ആരെയും കാണുകയാണെങ്കിൽ, ഞാനൊരു കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോയതാ, അതെ, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണാൻ പോയതാ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ അത് ആരോടും പറയില്ലല്ലോ. പകരം നമ്മളൊരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് അല്ലെ, വഴിപാടുകൾ നേർച്ചയൊക്കെ കഴിക്കുന്നതാണ് കൂടുതലും നമ്മളൊരു ഇത് കൊടുക്കുന്നത് അല്ലെ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതിലും അല്ലെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാല്, വയറുവേദനയ്ക്ക് നമ്മൾ പോകുന്നു, നെഞ്ചുവേദനയ്ക്ക് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാല് തലയും നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗനാന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സ് എന്നാ തലച്ചോറിലാണല്ലോ മനസ്സിരിക്കുന്നത്. അപ്പൊ തലച്ചോറും നമ്മുടെ ശരീരത്തിലെ ഒരു ബ്രെയിൻ നമ്മുടെ ശരീരത്തിലൊരു ഓർഗനാണ് അല്ലേ. അപ്പം അതിനും ഇപ്പൊ കണ്ണിലൊക്കെ കുരു വരുന്ന പോലെയും അല്ലേ, വയറുവേദന വരുന്ന പോലെയും തൊണ്ടവേദന വരുന്ന പോലെയൊക്കെ ബ്രെയിനും എന്തെങ്കിലുമൊക്കെ അതിന്റെ കെമിക്കലിനും ബാലൻസ് ഒക്കെ, കെമിക്കൽസിന്റെ ബാലൻസ് ഒക്കെ തെറ്റാം കേട്ടോ. അപ്പം ഇപ്പോഴും ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോവാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കൗൺസിലിങ്ങിനെന്ന് പറയുമ്പോ ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ വേറൊരു കാര്യവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ഇച്ചിരി വിഷമിച്ചിരുന്നാൽ ആ വിഷമം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. പക്ഷെ ഇപ്പൊ അത് ഡിപ്രഷനാണ്. ഇച്ചിരി ഡൗൺ ആയിരുന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണെന്ന് പറയുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഡിപ്രഷൻ ഒരു ഫാഷനായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഡിപ്രഷനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാല്, പണ്ട് നമ്മുടെ ലോകത്തിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എയ്ഡ്സ് ആയിരുന്നു. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിപ്രഷൻ തന്നെയാണ്. അതിന് ബയോളജിക്കൽ റീസണും ഉണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസണും ഉണ്ട്, അതിന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് സ്ട്രെസ് വരുമ്പോൾ എന്താണോ നമുക്ക് സ്ട്രെസ് തരുന്നത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ എന്താണോ നമുക്ക് ആ സ്ട്രെസ് തരുന്നത് നമ്മൾ സ്ട്രെസർ എന്നാ പറയുന്നത്. ആ സ്ട്രെസറായി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. അവിടെയാണ് സ്ട്രെസ് മാനേജ്മെന്റ് വരുന്നത്. ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്നില്ലെങ്കിലാണ് ഇതൊക്കെ വളർന്നിട്ട് നമുക്ക് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഇവിടെ ബയോളജിക്കൽ റീസൺ ഉണ്ടെന്ന് പറയാൻ കാരണം, ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ ബ്രെയിനില്
ഗാബ നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ 2 കെമിക്കൽസ് ഡൗൺ ആവുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡിയിൽ മെഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫേറ്റ്, കാൽഷ്യം ഒക്കെ കുറയുവാണ്. ഈ വൈറ്റമിൻ D3 അതാ ചെയ്യുന്നത്. ഫുഡിൽ നിന്ന് ഇതൊക്കെ വലിച്ചെടുക്കാൻ ബോഡിയെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ബ്രെയിനിൽ ഈ കെമിക്കൽസ് ഡൗൺ ആകുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ വരാം. പാരമ്പര്യമായിട്ട് വേണമെങ്കിലും വരാം കേട്ടോ. അപ്പൊ അതാണ് ബയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം റിജിഡ് തിങ്കിങ് ഒക്കെ പറഞ്ഞില്ലേ, നോ പറയേണ്ട അടുത്തുനിന്ന് നോ പറയാ. നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ചില ഡെഫിസിറ്റ്സ് നമുക്ക് സ്ട്രെസ് തന്നിട്ട് അങ്ങനെ വരാം. 3 നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടർ, ഇപ്പൊ ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന, അപ്പൊ അങ്ങനെയുള്ള യുദ്ധം നടക്കുന്ന സൊസൈറ്റി, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ നമുക്ക് ഡിപ്രഷൻ വരാം. അപ്പൊ ഇപ്പൊ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഡം പറഞ്ഞ പോലെ ഈ സൺലൈറ്റിന്റെ ലാക്ക് ഓഫ് സൺലൈറ്റ് എക്സ്പോഷറും അതുപോലെ ഫുഡ് ഒക്കെ അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് അത് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യണം എന്താണ് പ്രോബ്ലം എന്നുള്ളത്. ഒത്തിരിയും പേർക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കാണുന്നുണ്ട് ഇപ്പം. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി എന്നൊക്കെ കൃഷിയായിരുന്നല്ലോ, അഗ്രികൾച്ചറിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മാറിയില്ലേ ഇല്ലേ. ഇപ്പൊ നമ്മള് സൺലൈറ്റ് എത്ര പേര് കൊള്ളുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇൻഡ്യൂസ് ആവാനുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തില്ലേ? ഉറപ്പായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. ഫുഡിനൊരു റോളുണ്ട്. അതെ. ആളുടെ ലഹരി ഉപയോഗം അയാളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്? ലഹരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഉദാഹരണത്തിന് ഇപ്പം മദ്യം, മയക്കുമരുന്ന് ഒക്കെ നമ്മള് പറയുമെന്ന് വെച്ചുള്ളൂ. ഇതെല്ലാം വിഷാന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പം ഒരാള് സിഗരറ്റ് വലിക്കുന്നു, ഒരു സിഗരറ്റിൽ നിന്ന് തന്നെ ഒരു 3000-ലധികം കെമിക്കൽസ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നത്. അതിൽ 200 എണ്ണം വിഷമാണ്. അപ്പൊ ഈ വിഷം എല്ലാം കൂടി നമ്മുടെ ബ്ലഡ് വഴി ബ്രെയിനിലെത്തും. ഇപ്പൊ ഈ ആത്മനിയന്ത്രണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇമ്പോൾസ് കൺട്രോൾ ഒക്കെയാ. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് അല്ലേ. അപ്പം ബ്രെയിൻ ചെയ്യുന്ന ഫങ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം കോൺഷ്യസ്നെസ്, ഓറിയന്റേഷൻ, മെമ്മറി, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഒക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഈ ലഹരി ചെന്നിട്ട് ഈ ബ്രെയിനിൽ ചെന്നിട്ട് ഈ ബ്രെയിനിന്റെ കെമിക്കലിന്റെ ബാലൻസ് തെറ്റിക്കുമ്പോഴാണ് ഇതെല്ലാം ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പം മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടായി പറയുന്നത്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരാളോട് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാഡം എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് അവരൊറ്റയ്ക്കല്ല എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ കൊടുക്കും. ഉറപ്പായിട്ടും അവരൊറ്റയ്ക്കല്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട് എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ്. പിന്നെ അവരുടെ ആ ഫീലിങ്സ് ഉണ്ടല്ലോ, അതൊക്കെ ടെമ്പററി ആണ്. ഇപ്പം നമ്മള് ജീവിതമാകുന്ന ഈ റോട്ടിൽ കൂടി ഒറ്റയ്ക്ക് ഇരുട്ടില് നമ്മൾ ചിലപ്പം കുറേ നടന്നു എന്ന് വരാം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇനി ഉണ്ടാവില്ല എന്നില്ല അല്ലേ. അപ്പൊ ഇതൊരു ഷോർട്ട് ടേം ആൻഡ് ടെമ്പററി ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. അപ്പൊ ആ സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും അവർ ഉപയോഗിക്കാനായിട്ട് ഞാൻ അവരെ എൻകറേജ് ചെയ്യും. പിന്നെ ആരും ഈ ഭൂമിയിൽ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നോ ബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ് അല്ലേ. എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, വീഴ്ചകളൊക്കെ സംഭവിക്കും, ബലഹീനതകളൊക്കെ ഉണ്ട്, പരിമിതികളൊക്കെ ഉള്ളവരാണ് മനുഷ്യര്. ഒരാളും പെർഫെക്റ്റ് അല്ല. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാല്, ലൈഫ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളതാണ്. ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന വര പോലെയല്ല ജീവിതം. ഓക്കെ. അപ്പൊ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടൊന്ന് ചിന്തിക്കുക എന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് ഈ ജീവിതത്തെ നേരിടാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു മാഡം. ഇനിയും ഒരുപാട് പേർക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ മാഡത്തിന് ഇനിയും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി മാഡം. നന്ദി, നമസ്കാരം.